ആകാശവാണിയിലെ പ്രമുഖ വാർത്താവതാരകനായിരുന്ന എം രാമചന്ദ്രൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ 12 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ജനങ്ങളെ ഇരുട്ടിൽ തപ്പിക്കുകയും സ്വയം ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്ന വകുപ്പാണ് വൈദ്യുതി. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ഒറ്റ വരി മാത്രം മതിയാകും മലയാളികൾക്ക് എം രാമചന്ദ്രനെ അറിയാൻ. ശബ്ദത്തിലൂടെ വാർത്തയെ ജനകീയമാക്കിയ മാധ്യമ പ്രവർത്തകൻ, റേഡിയോ വാർത്താവതരണത്തിൽ പുതുമാതൃകയുണ്ടാക്കിയ വ്യക്തി. വിശേഷണങ്ങൾ നിരവധിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ആരോഗ്യനില വഷളായി 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം. വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് രാമചന്ദ്രൻ ആകാശവാണിയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് മലയാളം വാർത്തകൾ വായിച്ചു തുടങ്ങിയ രാമചന്ദ്രൻ പതിവ് വാർത്താവതരണ ശൈലിയെ തന്നെ മാറ്റി. കൗതുക വാർത്തയോടെ രാമചന്ദ്രൻ കൂടുതൽ ജനകീയനായി. പുതിയ ശൈലിയിലൂടെ വാർത്തകളെ മലയാളികളിലേക്ക് എത്തിച്ച രാമചന്ദ്രൻ റേഡിയോ അനൗൺസ്മെന്റിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. രാമചന്ദ്രന്റെ മൃതദേഹം നാളെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വയ്ക്കും. 12 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.